ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലിക്വിഡിറ്റി വോയിഡ്സ്. ഓക്കെ, ലിക്വിഡിറ്റി വോയിഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇതിലൂടെ നമ്മൾ ചെറിയൊരു സെക്ഷൻ കഴിയുകയാണ്. ഓക്കെ, സെക്ഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ വേറെ ഡീപ്പായിട്ട് കുറേ കാര്യങ്ങൾ വേറെ പറയാൻ പോവാണ്. സോ ഇതുവരെ നിങ്ങൾ എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്യാനും പഠിക്കണം, മാക്സിമം ടെസ്റ്റ് ചെയ്യാനും പഠിക്കണം, ഇതൊക്കെ കാണാൻ പഠിക്കണം. ഇതുവരെ എന്തായാലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനിയുമാണ് കുറച്ചുകൂടെ ടഫ് കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. ടഫല്ല, എന്നാലും കുറച്ചൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഇപ്പം ഏതായാലും ICT എന്ന് പറയുന്ന സാധനം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഴ്സ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് വിറ്റ് കാശാക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. സോ ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടാണ് വന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാരെ വേറെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള ഇതാണ്, ചുറ്റുമുള്ളതെല്ലാം കവർച്ചക്കാരാണ്. നിങ്ങളെ കവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ നിങ്ങളെ സൂക്ഷിക്കുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ഈ ലോകത്ത് എല്ലാം ഫേക്കാണ്. സോ ആ ഫേക്കിനകത്തു നിന്ന് നമ്മൾ നല്ലത് കണ്ടെത്താൻ പഠിക്കണം. ഓക്കെ, ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പറ്റിക്കപ്പെടാൻ എളുപ്പമാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഏതൊരു സമയത്താണെങ്കിലും നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഏതൊരു മേഖലയിലാണെങ്കിലും പറ്റിക്കപ്പെടുത്താൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. ഓക്കെ, അത് മനസ്സിലാക്കുക. ഓക്കെ, കുറേ ആൾക്കാരുണ്ട്. സോ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരു സമയത്ത് ഭയങ്കര പാടാണെങ്കിലും നിങ്ങൾ കുറച്ചൊന്ന് തിങ്ക് ചെയ്താൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. വെറുതെ പോയി പറ്റിക്കപ്പെടരുത്. ഓക്കെ, ഇപ്പം ഹൈടെക് കള്ളന്മാരാണ്. സോ അത് മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലിക്വിഡിറ്റി വോയിഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ചോ. റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് രീതി പറയാം. ഒരു റേഞ്ച് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രൈസ് ആക്ഷനെ നമുക്ക് റേഞ്ച് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു റേഞ്ച് കൺസോൾട്ടേഷനെ നമുക്ക് റേഞ്ച് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ കൺസോൾട്ടേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കൺസോൾട്ടേഷനിൽ നിന്ന് ഒരു ഇമ്മീഡിയറ്റ് അഗ്രസീവ് മൂവ്മെൻറ്റ് താഴേക്കോ മേളിലേക്കോ വരുന്നതാണ് ഒരു വോയിഡ് എന്ന് പറയുന്നത്. ഈ ഒരു മൂവ്മെൻറ്റം താഴേക്ക് പോകുന്നതിനെയാണ് വോയിഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് നിങ്ങൾക്കൊരു അറേഞ്ച്ഡ് ആയിട്ട് തന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞത് പിന്നെയാണ് ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. ജസ്റ്റ് നമ്മളെപ്പോലെ ആയിരിക്കണമെന്നില്ലല്ലോ എല്ലാവരും. സോ പല രീതിയിലുള്ള ആൾക്കാരാണ്. സോ അപ്പോൾ ഒരു സ്റ്റെപ്പായിട്ടുള്ള ഒരു പ്രോസസ്സിൽ ഇത് ചെയ്ത് തന്നേക്കാണ്. അപ്പം ഒരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വരുന്ന രീതിയിൽ ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കുന്ന ഒരാൾക്ക് എവിടെയാണ് മിസ്സിങ് ആയി കിടക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. സോ നമ്മൾ ആ പാത്തിൽ കൂടെ ഒക്കെ വന്നതുകൊണ്ടറിയാം. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് വോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലിക്വിഡിറ്റി വോയിഡ്. സോ ഈ ഒരു ഒറ്റ പ്രൈസ് ആക്ഷൻ, ഇപ്പം നമ്മൾ ബെയറിഷാണ് പോയത് അല്ലേ, ഇപ്പം താഴേക്കാണ് പ്രൈസ് പോയത്, അതുകൊണ്ടാണ് ബെയറിഷാണ് പോയത്. അപ്പം ഈ ഒരു മൊമെൻറ്റത്തിൽ നടന്നേക്കുന്നത് ഓൺലി ബെയറിഷ് പ്രൈസ് ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ബുള്ളിഷ് പ്രൈസ് ആക്ഷനുകൾ നടക്കുന്നില്ല. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ബാലൻസ്ഡ് പ്രൈസാണ്. ബാലൻസ്ഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ബാലൻസ്ഡ്. അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് ബാലൻസ് ആവുന്നുണ്ട്. ബുള്ളിഷ്ലിയും പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്, ബെയറിഷ്ലിയും പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. ഒരേ ഏരിയയിലാണെന്നേ ഉള്ളൂ. ഓക്കെ, അവിടെ നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആയിട്ട് നല്ലൊരു പ്രൈസ് മൊമെൻറ്റം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല രീതിയിൽ പ്രൈസ് കളിച്ചിട്ടുണ്ട്. സോ അവിടെ നല്ലൊരു മൊമെൻറ്റം നടന്നിട്ടുണ്ട്. സോ ഇതൊരു വൺ സൈഡ് മൊമെൻറ്റമാണ്. ബെയറിഷ് മൊമെൻറ്റം മാത്രമേ നടക്കുന്നുള്ളൂ, ബുള്ളിഷ് മൊമെൻറ്റങ്ങളൊന്നും നടക്കുന്നില്ല. ഓക്കെ, ബുള്ളിഷ് മൊമെൻറ്റം കൂടെ നടക്കണമെങ്കിൽ ഇതുപോലെ പ്രൈസ് പിന്നീട് വരണം അവിടെ. അപ്പോഴാണ് ഒരു ബുള്ളിഷ് മൊമെൻറ്റം കൂടെ നടന്നത്. അവിടെ പ്രൈസ് നല്ലപോലെ
പ്ലേ ചെയ്തത്. സോ അപ്പോൾ അത് ഇങ്ങനെ പ്ലേ ചെയ്യാത്ത പക്ഷം നമ്മളതിനെ ഒരു ലിക്വിഡിറ്റി വോയിഡ് എന്ന് വിളിക്കും. ഈ ലിക്വിഡിറ്റി വോയിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ലിക്വിഡിറ്റി വോയിഡ് നമുക്ക് എപ്പം ഫില്ല് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സോ സംടൈംസ് ഒരു ന്യൂസ് അറൈവലിലൊക്കെ നമുക്കിത് പെട്ടെന്ന് കാണാൻ പറ്റും. ന്യൂസ് അറൈവലിലൊക്കെ നമ്മളൊരു ഒറ്റ സൈഡ് മൊമെൻറ്റം എപ്പോഴും തരാറുണ്ട്. പക്ഷേ സംടൈംസ് 2 സൈഡ് മൊമെൻറ്റവും തരാറുണ്ട്, എന്നിട്ടൊരു സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തരും. സോ ഈ ഒരു സൈഡിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നതായിരിക്കും, പിന്നീട് അല്ലാത്ത പക്ഷം ഇങ്ങനൊരു പോക്കങ്ങ് പോകും. സോ ഈ ഒരു പ്രൈസ് ഇപ്പോൾ ഒരു ന്യൂസ് ഡെലിവറി ആയി കഴിഞ്ഞാൽ ഈ പ്രൈസ് പിന്നീട് എപ്പോൾ നമുക്ക് വന്ന് ഫില്ലാവുമെന്ന് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. വൺസ് ഈ ലിക്വിഡിറ്റി വോയിഡ് ക്രിയേറ്റ് ചെയ്തത് ഒരു പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും സ്വിങ്ങുകൾ സ്വീപ്പ് ചെയ്യാനായിരുന്നുവെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഈ ലിക്വിഡിറ്റി വോയിഡ് ക്രിയേറ്റ് ചെയ്തത് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനാണ്. സോ ഇവിടെ നമുക്കൊരു എൻട്രി വല്ലതും തരുവാണെങ്കിൽ നമുക്ക് എൻട്രി എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ എൻട്രി വല്ലതും തരുവാണെങ്കിൽ നമുക്ക് ഒരു പ്രൈസ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം ഈ ലിക്വിഡിറ്റി വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ലിക്വിഡിറ്റി വോയിഡ് ഇവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ലിക്വിഡിറ്റി വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ ലിക്വിഡിറ്റി വോയിഡിൻ്റെ റിയാക്ഷൻ സംടൈംസ് 50% റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട് നമ്മുടെ ഒരു FEG ഒക്കെ കൂട്ട്. പക്ഷേ പിന്നീടും അവിടെ ലിക്വിഡിറ്റി ക്രിയേഷൻ ആയിരിക്കും നടക്കുന്നത്. പിന്നീട് പ്രൈസ് ഇത് ഫില്ല് ചെയ്യാൻ ഭാവിയിൽ വരും. സോ ഭാവിയിൽ എപ്പോൾ വരും, എവിടെ വരും, എങ്ങനെ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമുക്കിവിടെ സംഭവിക്കുന്ന റിയാക്ഷൻസ് അനുസരിക്കുക എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് പിന്നീട് പ്രൈസ് മൊമെൻറ്റം തരുന്നത് അതനുസരിച്ച് നമുക്ക് അറിയാം ഇത് ഫില്ല് ചെയ്യാൻ വരുമോ ഇല്ലയോ എന്നുള്ളത്. അല്ലാണ്ട് നമുക്കിത് ഫില്ല് ചെയ്യും എന്ന് 100% പറയാൻ പറ്റില്ല. ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്കൊന്നും 100% പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറ്റ് ദ മൊമെൻറ്റിൽ നമുക്ക് പറയാൻ പറ്റും. അറ്റ് ദ മൊമെൻറ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച് അതിനെ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മളുടെ പരിപാടി. സോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി അത് പിന്നീട് താഴേക്ക് പോയി അതെന്തെങ്കിലും ആയിക്കോട്ടെ. സോ ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. വൺ സൈഡ് മൊമെൻറ്റം അഗ്രസീവ്ലി ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ലിക്വിഡിറ്റി വോയിഡ് എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു പ്രൈസ് ആക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസിൻ്റെ ഒരു ഭാഗം മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ബെയറിഷ് മാത്രമേ നടക്കുന്നുള്ളൂ. സെയിം സംഭവം തന്നെയാണ് നമ്മളുടെ ബുള്ളിഷിൽ നടക്കുന്നത്. ബുള്ളിഷിൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങനൊരു പോക്ക് പോകുന്നു. ഓക്കെ, സോ പ്രൈസ് നേരെ ഇങ്ങനെ പോകുന്നു. 1 ക്യാൻഡിൽ ഫോർമേഷനോ 2 ക്യാൻഡിൽ ഫോർമേഷനോ, പക്ഷേ അവിടെ ബുള്ളിഷ് പ്രൈസ് ആക്ഷന് മാത്രമേ നടക്കുന്നുള്ളൂ. സോ അതാണൊരു വോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഒന്നുമല്ല, ഇതാണ് സംഭവം. സോ പിന്നീട് പ്രൈസ് വരാതിരിക്കാം. പക്ഷേ അവിടെ നമുക്ക് എന്താണ് റീസൺ അനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് വരാനും വരാതിരിക്കാനും പറ്റുള്ളൂ. സംടൈംസ് ചില ലിക്വിഡിറ്റി വോയിഡൊക്കെ എക്കണോമിക് ഇവൻറ്റുകളിൽ പോകുന്നത് അത് ആ ഒരു എക്കണോമിക് ഇവൻറ്റിൻ്റെ ആ ഒരു ഡേറ്റയുടെ ഇമ്പാക്റ്റ് പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളുമൊക്കെ വരുമ്പം അത് ആ കറൻസിയെ ബാധിക്കുന്നത് പോലെ ഇരിക്കും പിന്നീട് പ്രൈസ് താഴേക്ക് വരണോ വേണ്ട എന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ഈ ഹൈ ടൈം ഫ്രെയിമിൽ വല്ലതും പോയി കാണിക്കാം. ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വോയിഡ് എന്ന് പറയുന്നത് ഇതാ ഒരു ഇമ്പാക്റ്റാണ്. അപ്പോഴത്തെ എക്കണോമിക് നമ്മുടെ ഇത് റിലീസായിരുന്നു, CPI സംതിങ് റിലീസായിരുന്നു. സോ അതിൻ്റെ ആയിരുന്നു ഇത്. പിന്നീട് അത് പ്രൈസ് അങ്ങോട്ട് വരണമെന്നില്ല. ഓക്കെ, അങ്ങനെയാണ്, ഇതായിരുന്നു തോന്നുന്നു. സോ പ്രൈസ് അങ്ങോട്ട് വന്നേയില്ല, പിന്നെ മേളിലേക്ക് പോകും. സംടൈംസ് ഈ സാധനം തിരിച്ചിങ്ങനെ റിയാക്ട് ചെയ്യാറുണ്ട്. സോ വോയിഡുകളാണ് ഇതൊക്കെ. 1 സൈഡ് മൊമെൻറ്റം മാത്രമേ ഉള്ളൂ. ആദ്യം ഫില്ലായി പിന്നീട് കംപ്ലീറ്റ് ഫില്ലാവാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ അവിടെ അത് ഫില്ലാവും. സോ നമുക്കത് ഡെയിലിയിൽ നമുക്കത് പ്രൈസ് ആക്ഷൻ പോയി റീഡ് ചെയ്യാം. സോ പ്രൈസ് ആദ്യം റേഞ്ചായിട്ട് നിന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു വോയിഡ് ക്രിയേറ്റ് ചെയ്തു. ഇത് വലിയ ന്യൂസാണ്. സോ മെയിൻലി ന്യൂസിലാണ് ഈ വോയിഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ വോയിഡുകളുടെ ഇതെന്ന് പറയുന്നത് നെക്സ്റ്റ് ലിക്വിഡിറ്റി എയിം ചെയ്തായിരിക്കും ഈ സാധനം പോകുന്നത്. ഓക്കെ, ഫുള്ളി ലിക്വിഡിറ്റി ആണ്, പക്ഷേ നമ്മുടെ വോയിഡിൻ്റെ ഇതാണ് നമ്മൾ പറയുന്നത്. സോ വോയിഡ് ബെയറിഷ്ലി പോയിട്ട് നമ്മൾ ഇത്രയും പ്രീവിയസ് ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്തു. സോ ആ സ്വീപ്പ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ സാധനം പിന്നീട് തിരിച്ച് റിയാക്ട് ചെയ്ത് മേളിലേക്ക് വന്നത്.
ഓക്കെ, അല്ലാത്ത പക്ഷേ ഇത് മേളിലേക്ക് വരണമെന്നേ ഇല്ല. ഈ വോയിഡ് ഇപ്പം ഇതൊരു വോയിഡായിട്ട് നമുക്ക് കാണാം, കാരണം ഒറ്റ പ്രൈസ് ആക്ഷനേ നടന്നിട്ടുള്ളൂ. പിന്നീട് ഈ വോയിഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഇതിനെ തിരിച്ച് റിവേഴ്സൽ ചെയ്യാനുള്ള സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് സാധനം ജസ്റ്റ് ഇവിടെ മെഡിക്കേറ്റ് ചെയ്ത് സ്വീപ്പ് ചെയ്ത് വീണ്ടും താഴേക്ക് തന്നെ പോയി. സോ ഇതാണ് ഒരു ബെയറിഷ് വോയിഡും ഇതൊരു ബുള്ളിഷ് വോയിഡാണ്. ഓക്കെ, ബുള്ളിഷ് മൊമെൻറ്റം മാത്രമേ നടന്നിട്ടുള്ളൂ. സോ ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് വേണമെങ്കിൽ ഇതിന് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയാണ് വോയിഡ്. അല്ലാത്ത പക്ഷം ഈ ഒരു മുകളിലത്തെ ലിക്വിഡിറ്റീസ് ഇതൊരു ഈക്വൽ ഹൈ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. സോ ഇവിടെ നല്ല ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് പോവാം. അപ്പം ഇത് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇത് ക്ലീൻ ഒരു വോയിഡാണ്. വോയിഡ് ഞാൻ സെലക്ട് ചെയ്ത് കാണിക്കാം. വോയിഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഇപ്പം FEG ഒക്കെ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതാണ് വോയിഡ്. പിന്നീട് പ്രീവിയസ്ലി അത് വന്ന് ഫില്ല് ചെയ്തത് കാണാം. ആ വോയിഡിൽ തന്നെ ആയിരുന്നു ഡിസംബർ ഫുള്ള്. പിന്നീട് ക്ലീനായിട്ട് വോയിഡ് ഫില്ല് ചെയ്തു. ക്ലീൻ ഫില്ലിംഗ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നൈസായിട്ട് വോയിഡ് ഫില്ല് ചെയ്തു, ലിക്വിഡിറ്റീസ് ക്ലിയർ ചെയ്തു, മേളിലേക്ക് പോയി. ആ വോയിഡ് ഫില്ലായി കഴിഞ്ഞിട്ട് വോയിഡ് 90% ഫില്ലായി അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള ആ റിയാക്ഷനാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മെയിൻ റിയാക്ഷനുകളെ മേളിലേക്ക് പോയത്. ലിക്വിഡിറ്റി ഹൈ സ്വീപ്പ് ചെയ്യാനുള്ളത്. എന്നിട്ടാണ് പിന്നീട് നമ്മളുടെ പ്രൈസ് താഴേക്ക് വന്നത്. ഇത് നമുക്ക് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഭവം. മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്തിട്ടാണ്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് വോയിഡ് മാക്സിമം ഫില്ല് ചെയ്ത് കഴിഞ്ഞാണ് നമ്മളുടെ പ്രൈസ് മേളിലേക്ക് പോയത്. സോ ഇത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. നമ്മളുടെ ഈ വീഡിയോയുടെ അർത്ഥം എന്താണെന്ന് പറയുന്നത് ജസ്റ്റ് വോയിഡ് എന്താണെന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ നമ്മൾ വോയിഡ് എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇതാണ് വോയിഡ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു റിയാക്ഷൻ കണ്ടോ, ഇതെപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു വോയിഡ് ക്രിയേറ്റ് ചെയ്തു, മാക്സിമം ജസ്റ്റ് ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാണ് മേളിലേക്ക് പോയത്. അതിനകത്ത് എനിക്കറിയില്ല, ഇതിനകത്ത് സംടൈംസ് ഈ സാധനം എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ന്യൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത്. ന്യൂസ് ട്രേഡ് ചെയ്യാത്തതുമൊക്കെ നമുക്ക് ഈ സാധനം മേളിലേക്കോ താഴേക്കോ പോകുമെന്ന് അറിയാൻ പറ്റില്ല. പിന്നീട് പക്ഷേ നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ റിയാക്ഷൻസ് വെച്ച് വേണം ഇവിടെ എൻട്രി ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ സാധനം മേളിലേക്ക് പോകുമോ താഴേക്ക് പോകുമെന്ന് അറിയാത്ത പക്ഷം നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ അതെനിക്ക് കിട്ടുമോ നോക്കട്ടെ. വെരി യെസ്, കിട്ടുകയെല്ലാം തോന്നുന്നു. ഇല്ല, നൈസ്, 50 മിനിറ്റ് മാത്രമേ കിട്ടുള്ളൂ. ലോ ടൈം ഫ്രെയിമിൽ അവിടെ എവിടെ ആയിരുന്നത്? നൈസ്, അത് പോയി. ഇവിടെ അപ്പോൾ ലോ ടൈം ഫ്രെയിമിൽ അത് ഫസ്റ്റ് ബ്രേക്ക് ചെയ്തു, പിന്നീട് റിട്രേസ് ചെയ്തു, വീണ്ടും ബ്രേക്ക് ചെയ്തു, ലാസ്റ്റ് വീണ്ടും പ്രൈസ് വന്ന് ഇവിടെയൊക്കെ നമുക്ക് ലോ ടൈം ഫ്രെയിം എൻട്രീസ് ഉണ്ട്. റിട്രേസ് ചെയ്ത് ഇവിടുന്ന് എൻട്രി കാണും. സോ ഇതൊരു മെഡിക്കേഷൻ ബ്ലോക്കാണ്. അതിൽ നിന്ന് മെഡിക്കേഷൻ എൻട്രീസൊക്കെ ഇവിടെ ഉണ്ട്. അത് 10 മണിക്ക് ശേഷമാണ്. ഓക്കെ, ടൈമിൻ്റെ കാര്യമൊക്കെ നമുക്ക് പറയാം. ടൈമിൻ്റെ കാര്യമൊക്കെ ഇനിയും പറയാനുള്ളതേ ഉള്ളൂ. സോ ഇതാണ് ജസ്റ്റ് വോയിഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഈ റിയാക്ഷൻസൊക്കെ എങ്ങനെ നോക്കണമെന്നുള്ളതും എങ്ങനെ ചെയ്യണമെന്നുള്ളതും ഒക്കെ നമുക്കറിയാം, നമുക്ക് പഠിക്കാം. ഓക്കെ, അറിയാമെന്നല്ല, നമുക്ക് പഠിക്കാം, പിന്നീട് പഠിക്കാം. ഓക്കെ, ഈ ഡിലേ ചെയ്ത് വീഡിയോ ഇടുന്നതിൻ്റെ അർത്ഥമേ ഇതാണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പഠിക്കുക, ടൈം എടുത്ത്, പിന്നീട് മാത്രം നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്ത് പഠിക്കാം. ടൈം എടുക്കും. ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവമേ ഭയങ്കര ടൈം എടുത്ത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. അത് തുടക്കത്തിൽ പഠിച്ച് കഴിഞ്ഞ് പിന്നീട് അപ്ലൈ ചെയ്യുമ്പോഴും എന്നും ഒരു ഇതാണ്. അപ്പം ഇതിനെ കൂടുതൽ ഫോഴ്സ് ചെയ്യാതെ പെയ്യെ പഠിക്കുക. അല്ലാണ്ട് ഈ ജോബ് കിറ്റ് ചെയ്ത് പഠിക്കുന്ന പരിപാടികളൊന്നും ശരിയായ നടപടികളല്ല. ഓക്കെ, അതൊക്കെ മനസ്സിൽ കാണാം. അല്ലാണ്ട് ഈ 9 to 5 ഒഴിവാക്കാമെന്നും പറഞ്ഞു പോയി ഇത് പഠിക്കാമെന്ന് വിചാരിക്കരുത്. സോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ സേഫ്. Sipping on Vex for the next say something. Never tell her back that I never stay running. Sipping on Vex, damn, know I got stacks in the lab, taking bitches straight for another cat.